ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നെനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം തൊട്ടപ്പുറത്ത് വാർപ്പിൻ്റെ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗണ്ടിന് ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം. മേ ബി എനിക്കറിയില്ല. കഴിയുന്നതും ഞാൻ സൗണ്ട് സംസാരിക്കാം. അപ്പോൾ ഇന്നും കമൻറ്റിന് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കുറേ തിരക്ക് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഏതാണ് ചെയ്യേണ്ടതെന്ന് പോലും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ. അപ്പോൾ ഞാൻ അതൊന്ന് നോക്കട്ടെ. ഏതാ ചെയ്യുക, ഏതാ ചെയ്യാതിരിക്കുക, ഏതാണ് ലാസ്റ്റ് ചെയ്തത് എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്ത് നോക്കി വെച്ചിട്ട് വേണ്ടേ മറുപടി തരാൻ വരാൻ എന്നുള്ളത്. അപ്പം ലാസ്റ്റ് ചെയ്തത് കൊയിലാണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ ബ്രദർ ചെയ്തത് കണ്ടോ, അത് നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും എന്ന് പറഞ്ഞിട്ട് തംബ്ലൈൻ കൊടുത്തിട്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരുമ്പം നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്തിനാണ് ഞാൻ മറുപടി തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ കൊടുത്ത തംബ്ലൈൻ ഇങ്ങനെയാണ്: കണ്ണനെ കുറിച്ച് എന്ത് തെമ്മാടിത്തരവും പറയാമെന്ന് മുസ്ലിം കരുതണ്ട എന്ന് പറഞ്ഞ ഒരു തംബ്ലൈൻ ഇട്ട ഒരു വീഡിയോസിനാണ് ഞാൻ മറുപടി തരാൻ പോകുന്നത്. അപ്പോൾ മുസ്ലിംസ് കരുതണ്ട എന്ന് പറയാൻ കാരണം എനിക്ക് 99.9% ഈ മുസ്ലിംസാണ് കമൻറ്റ് ഇടാറ്. അതുകൊണ്ടാണ് കണ്ണനെ കുറിച്ച് ആണ് അവർക്ക് പറയാനുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എന്ത് തെമ്മാടിത്തരോ അവരോട് പറയണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ഇതിലിപ്പം തന്നെ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഏത് നാമധാരികളാണ് പേരിടുന്നത്, കമൻ്റ് ഇടുന്നത്, കാര്യങ്ങളൊക്കെ. ഒന്ന് നോക്കിയേ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി, കറണ്ട് പോയി, അവരുടെ സൗണ്ട് നിന്നു. ഫഹദ് മുഹമ്മദ് 8447. 4 മക്കളുണ്ടെന്നത് ഒരമ്മയുടെ ഭാഗ്യമാണ് പോലും. ഇതാരാ ഇങ്ങനെ പറഞ്ഞു തന്നത്? നല്ല അറിവാണല്ലേ. മനസ്സിലായില്ലേ? ഇത് എന്തിൻ്റെ കമൻ്റാണ് ചെങ്ങായി ഇട്ടത് എന്നറിയില്ല. എനിക്കാണെങ്കിൽ 4 മക്കളൊന്നുമില്ല. എനിക്ക് ഓൾറെഡി 2 മക്കളേ ഉള്ളൂ. കൺമഷി. 4 മക്കളുള്ളത് ഒരമ്മയുടെ ഭാഗ്യമാണ് പോലും. ഇതാരാ ഇങ്ങനെ പറഞ്ഞു തന്നത്? നല്ല അറിവാണ്. എന്താ ഇത് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഹനിയ മെഹ്റിൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൾ ഇതിലും നന്നായി മലയാളം വായിക്കും. കാരണം ഞാനൊന്നും പഠിച്ച കാലത്തുള്ള പിള്ളേരെ പോലെയൊന്നുമല്ല. ഇപ്പോഴത്തെ പിള്ളേർ നന്നായിട്ട് വായിക്കും. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാനിപ്പോൾ വായിക്കാൻ അറിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടും ഇല്ലല്ലോ. എനിക്ക് വായിക്കാൻ അറിയില്ല എന്നല്ലേ പറഞ്ഞത്. സീനത്ത്, നീ എന്താ കമൻറ്റ് ഡിലീറ്റ് ആക്കുന്നത്? എന്നെ പേടിച്ചിട്ടാണോ? കമൻറ്റിടുന്നത് കുറവാണ് എന്ന് പറയുന്നു. ഇവളിതെല്ലാത്തിലും വന്ന് ഞാൻ ഇതേ സെയിം കമൻറ്റ് തന്നെയാണല്ലോ ഇടുന്നത്. അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. എല്ലാത്തിലും വന്നിട്ട് സെയിം ഡയലോഗ് തന്നെയാണ് ഈ സീനത്തടിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സീനത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് പോലും സീനത്തിൻ്റെ കമൻറ്റ് വായിക്കുന്നില്ല എന്ന്. ഞാൻ ഏതൊരു വീഡിയോ എടുത്താലും സെയിം മെസ്സേജ് അതിൽ കിടക്കും. എന്തോ. ഷഹദ്, പെങ്ങളെ, ദുനിയാവും ആഹിറത്തുമല്ല, നാളെ പരലോകമുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ഞാൻ ദുനിയാവും ആഹിറത്തും പരലോകവും ഒക്കെ ഓർത്തിട്ട് തന്നെയാണ് സഹോദര ജീവിക്കുന്നത്. ദുനിയാവിൽ എന്തുണ്ട് എന്നുള്ളതും ആഹിറത്തിൽ എന്തുണ്ട് എന്നുള്ളതും പരലോകത്ത് എന്തുണ്ട് എന്നുള്ളതും നരകത്തിലെ വിറകുകൊള്ളിയാണ് ഞാൻ എന്ന് നിങ്ങളൊക്കെ പറയുന്നത് അടക്കം ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അത് ഓർക്കാതിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അജിത് കാർത്തിക,
നെഗറ്റീവ് കമൻറ്റുകൾ തള്ളിക്കളയേണ്ടതിനു പകരം അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമെന്തെന്ന് മനസ്സിലാകുന്നില്ല. നെഗറ്റീവ് കമൻറ്റ് തള്ളിക്കളയാൻ എനിക്ക് വരുന്നത് നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണ്. മോളെ അതാ മോളാണോ മോനാണോ എന്നെനിക്കറിയില്ല. ഏതായാലും സുഹൃത്തെ, എനിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമാണ്. എനിക്ക് പോസിറ്റീവ് ഇടുന്നത് വളരെ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് പോസിറ്റീവ് കമൻറ്റ് ഇടാറുള്ളൂ. അപ്പോൾ പിന്നെ ഈ കമൻറ്റിനൊക്കെ മറുപടി കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊന്നിനും മറുപടി തരുന്നില്ല എന്നുള്ള ഓരോരോ ഡയലോഗുകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനൊക്കെ മറുപടിയായിട്ട് ഒരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്തിടാം. കാരണം എന്താ വെച്ചാൽ എനിക്ക് സമയമല്ല എല്ലാത്തിനും കയറി കുത്തിരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അവർക്ക് മറുപടി കൊടുക്കും. അതിൻ്റെ താഴെ വേറൊരാൾ വന്ന് കമൻ്റ് ഇടും, പിന്നെ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. അതിൻ്റെ താഴെ വേറൊരാൾ വന്ന് കമൻ്റ് ഇടും, പിന്നെ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. എനിക്കിതല്ല പണി. എനിക്ക് വേറെ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ എന്താക്കുന്നത്, കമൻറ്റിന് മറുപടി തരുന്നില്ല എന്നുള്ള നിങ്ങളുടെ പരാതി അങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ദാറ്റ്സ് ഓൾ. ഐഷു, ഇവൾ വർഗീയത ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. ക്യാപ്ഷൻ തന്നെ കണ്ടില്ലേ? അത് കണ്ടാൽ വീഡിയോ എല്ലാം കാണും, വ്യൂ കൂടും. മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ. ഐഷു, ഞാനിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ പറഞ്ഞില്ല ഏത് നാമധാരികളാണ് എനിക്ക് കമൻ്റ് ഇടലുള്ളതെന്നും എന്താണ് കമൻ്റ് ഇടലുള്ളതെന്നുള്ളൂ. കമൻ്റ് ഇട്ട് ഞാൻ കമൻറ്റും വായിക്കുന്നുണ്ട്, അതിനുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഞാൻ മതവർഗീയത ഉണ്ടാക്കുകയാണോ അല്ലെ ഇവന്മാർക്കൊക്കെ ഉള്ള മറുപടി കൊടുക്കുകയാണോ എന്നുള്ളത്. കാരണം ഇവരൊക്കെ എന്തോ സ്വർഗത്തിലേക്കുള്ള പാസ് ഇവരുടെ കയ്യിലുള്ളത് കൊണ്ട് ഇവർ മനുഷ്യന്മാരെ നന്നാക്കിയിട്ട് സ്വർഗത്തിലേക്ക് വിടാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുന്ന ആൾക്കാരെ പോലെയുണ്ട്. വല്ലാത്ത ജാതി. അനില, ജസ്റ്റ് ഞാൻ ഈ കമൻറ്റ് വായിച്ച് സ്വയം കോമാളിയാകണ്ടേ? ആയിക്കോട്ടെ, ഞാൻ സ്വയം കോമാളി ആയിക്കോളാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്നു നല്ലൊരു പണി അറിയാം വരയ്ക്കുന്നത്, അതു ചെയ്യ്. അനില, ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കുമ്പം ഞാൻ കോമാളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത് നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്. കാരണം അവളോട് എന്ത് ചോദിച്ചാലും അവൾ മറുപടി പറയില്ല എന്നുള്ളത് അനില കേൾക്കുന്നില്ല. അപ്പം എനിക്ക് ഇതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ തെറിയാണെങ്കിൽ പോലും അത് മലയാളത്തിൽ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് അതിനുള്ള മറുപടി തരുന്നത്. ജാസ്മിന, മലയാളം ഇംഗ്ലീഷ് സ്പീക്ക് വായിക്കാൻ പഠിച്ചൂടെന്നായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ കുട്ടി എഴുതിയതിൽ തന്നെ തെറ്റുണ്ട്. പഠിക്കൂടെ എന്നാണ് എഴുതിയത്. മോളെ, മലയാളം ഇംഗ്ലീഷിൽ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ചിലർ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല ചിലർ ടൈപ്പ് ചെയ്യുന്നതായിരിക്കില്ല നമ്മൾ വായിക്കുന്നത്. ശൈലജ, ജസ്ന, നീയല്ലേ കമൻട്രോളികളെ പറഞ്ഞത് കേട്ടോ? ഞാൻ എന്താ കേൾക്കേണ്ടത്? അടുത്ത ഒന്നുകൂടി വായിച്ചോ. അടുത്തൊരു കമൻ്റ് കൂടി ഉണ്ട്, അതുകൂടി വായിച്ചു നോക്കട്ടെ. കണ്ണൻ്റെ പേരിലാണോ ഈ തോന്നിവാസം എഴുതി വിടുന്നത്? അനുവദിക്കുകയും നീയൊക്കെ. കണ്ണൻ്റെ പേരിലാണോ ഈ തോന്നിവാസം എഴുതി വിടുന്നത്? അനുഭവിക്കും നീയൊക്കെ. ആയിക്കോട്ടെ, അനുഭവിക്കണമല്ലോ. അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടല്ലേ തിരിച്ചു പോകേണ്ടത്. അല്ലാതെ പോയിട്ട് അവിടെ എത്തി നമുക്ക് ഈ ചോദ്യത്തിനൊന്നുള്ള ഉത്തരം കൊടുക്കാൻ പറ്റൂലല്ലോ. നമ്മളടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമോ? ശൈലജക്ക് പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പിന്നെ കത്തിച്ചാളുന്നതുകൊണ്ട് നിങ്ങൾ പിന്നെ നരകത്തിലെ വരവുള്ളൂ എന്നായിരിക്കൂല. മലയാളം വായിക്കാൻ പഠിക്കാം. കമൻറ്റ് വായിക്കാൻ ഒരാളെ നിർത്തുക. ഓക്കെ, നിൻ്റെ പാപ്പാനെ അങ്ങോട്ട് കൊണ്ടുവരി സയാൻ. അയാൾക്കാകുമ്പോൾ ഞാൻ 500 രൂപ ഡെയിലി കൂലിക്ക് നിർത്തിക്കോളാം. ഒന്നിനുള്ള മറുപടി അല്ല, ഞാൻ വിചാരിച്ചു ഒന്നിനുള്ള കമൻറ്റിനുള്ള മറുപടിയാണ്. ഈ വീഡിയോ
ചെയ്യുമ്പോൾ പൈസ കിട്ടും. കമൻറ്റ് ഇടരുത് പ്ലീസ്. ശരി, ഷാജിതയാട്ടെ പറഞ്ഞത്. ഈ വീഡിയോ കാണുമ്പോൾ പൈസ കിട്ടും, സത്യമാണ്. വീഡിയോ കാണുമ്പോഴാണ് പൈസ കിട്ടുക. അപ്പോൾ കമൻറ്റ് ഇടുക. ആ കമൻറ്റിനല്ലേ ഞാൻ മറുപടി തരുന്നത്. നിങ്ങൾക്ക് കമൻറ്റിന് മറുപടി കിട്ടുകയും ചെയ്യണം. നിങ്ങൾക്കിട്ട് വീഡിയോ ആയിട്ട് കാണാനും പറ്റൂല. എനിക്ക് പൈസ കിട്ടുന്നതും പ്രശ്നമാണ്. എല്ലാം നിങ്ങൾക്ക് പ്രശ്നമാണ്. എന്തല്ല ഷാജിത. മുസ്ലിമിനോടൊരു കാര്യം, എല്ലാവർക്കും ഒരു കമൻറ്റ് പോലും ഇടരുത് പ്ലീസ്. നോ, എല്ലാവരും എന്നായിരിക്കും, എല്ലാവർക്കും നൈദ്യം. എല്ലാവരും ഷാജിത പറയുന്നതൊന്നും അങ്ങ് കേട്ടെ. നൂർജഹാൻ, കണ്ണനെ വിറ്റ് എന്താ കാസ നല്ല മോളെ, കാശ. നിങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് ഇതിൻ്റെ കമൻ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കണേ. ക്യാഷ് ഉണ്ടാക്കുന്ന നീയോ എന്നാണ് ഉദ്ദേശിച്ചത്. അതും കണ്ണനെ പറ്റിച്ച് ആണോ? കണ്ണനെയൊക്കെ ഒരു ദൈവത്തെയൊക്കെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ നൂർജഹാനെ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം കേട്ടോ. പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. മനുഷ്യരെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റൂല എന്നുള്ളത് നൂർജഹാന് തന്നെ അറിയില്ലേ? നോട്ട് ദ പോയിന്റ്. പേര് ശോഭ. എന്താ, ഇതിനെങ്കിലും നീ എൻ്റെ പേര് പറഞ്ഞ് കമൻറ്റ് വായിക്കുക, അല്ലാതെ അത് വായിച്ച് വിട്ടുകളയാതെടി. ഇംഗ്ലീഷ് പോലും വായിക്കാനും അറിയില്ല. മലയാളമെങ്കിൽ നേരെ ചൊവ്വേ വായിക്കടി. ഓംബ്ര ശരിയാ. മറ്റേ സനീറ വിഡ്ഡി. ഓക്കെ, സനീറ. മൈ മിസ്റ്റേക്ക്. മനസ്സിലായില്ല. താഹിന മന്ദബുദ്ധി. 9 വരെ പഠിച്ചിട്ടും തപ്പി മലയാളം വായിക്കാനേക്കാൾ നിനക്കുള്ള വിദ്യാഭ്യാസ മൈൻഡ് എത്രയുണ്ട് ഇപ്പം മനസ്സിലായല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ ഇതിനേക്കാളിൽ നന്നായി വായിക്കും. കഷ്ടം. ഓക്കെ, എനിക്ക് വായിക്കാൻ അറിയില്ല മോളെ. ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ട് എനിക്ക് നന്നായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടെ വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരാറില്ല. എനിക്ക് വായിക്കാൻ അറിയില്ല, അറിയുന്ന രീതിയിൽ വായിച്ച് ഞാൻ അതിനുള്ള മറുപടി തരാമെന്ന് മലയാളത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്, ഇംഗ്ലീഷിലും അല്ല പറയുന്നത്. അപ്പം നിങ്ങളുടെ 2ാം ക്ലാസ്സിലുള്ള കുട്ടി പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, നന്നായിട്ട് പഠിക്കട്ടെ, എന്നെ പോലെ ആവാതിരിക്കട്ടെ. ഓക്കെ. സിദ്ധാർത്ഥ്, ഈ ആത്മഹത്യക്ക് കേസ് എടുക്കേണ്ട കാര്യമല്ലേ? അത് പോലീസുകാരാണ് തീരുമാനിക്കേണ്ടത് സിദ്ധാർത്ഥൻ, ഞാനല്ല. റസീന, നീ നിന്റെ ഡ്രസ്സ് എന്താ മംഗ്ലീഷാണ്, ഇടാറില്ലേ ഒന്നും? നിന്റെ വീഡിയോ നേരത്തെ മനസ്സിലായില്ല. നീ ഇട്ട ഡ്രസ്സ് എന്നാന്ന് തോന്നുന്നു. ടിട്ട് നട്ടി ITE നട്ടത്. അപ്പം എൻ്റെ തെറ്റാണോ? ഞാൻ ഇട്ട ഡ്രസ്സ് ഇടാറില്ല എന്ന് ഞാൻ പറയാം. ഞാനൊരു ഫങ്ഷന് പോകുന്ന കാര്യമാണ് പറയൽ. ഇട്ട ഡ്രസ്സിട്ട് എനിക്കൊരു ഫങ്ഷന്, ഒരു ഇൻ്റർവ്യൂവോ ഒരു ഉദ്ഘാടനമോ എന്തെങ്കിലും ഒരു ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫങ്ഷൻ ഇട്ട ഡ്രസ്സ് മറ്റൊരു ഫങ്ഷന് എനിക്കിടാൻ പറ്റൂല. അപ്പം ഞാനതെന്താക്കും, എനിക്ക് ക്യാഷ്വലായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഞാനത് ഇടാറാണുള്ളത്. മനസ്സിലായോ? അല്ലാതെ ഇട്ട ഡ്രസ്സ് ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇട്ടിട്ട് ഇതാക്കാൻ ഞാൻ അത്ര വലിയ ലെവലൊന്നും അല്ലടേ. അയ്യോ, കമൻ്റ് എല്ലാം പോയി. ഷിഹ അഹമ്മദൻ ഷിയാണോ? കണ്ണനെ പറ്റി ഒരു മുസ്ലിം തെമ്മാടിത്തരം
ഇല്ല, നിന്നെ പറഞ്ഞിട്ടുണ്ടാവും. മുസ്ലിം ഇതുവരെ ഒരു കണ്ണനെ തെമ്മാടിത്തരം പറഞ്ഞിട്ടില്ല, എന്നെ പറഞ്ഞിട്ടുണ്ടാവും. എന്നെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വരയ്ക്കുന്നത് കൊണ്ട്. ആ വരനെ പിടിച്ചിട്ടാണ് പറയുന്നത്. ആ പറയുമ്പം അതിൽ കണ്ണൻ്റെ പേര് വരുമ്പം അതെന്നെയാ പറയുന്നത് എന്ന് പറയുന്നതിൽ എന്താണ് എൻ്റെ കോയ? എനിക്ക് മനസ്സിലാവുന്നില്ല. റാബിയ മോൾ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും കമൻറ്റുകളാണ് ഉള്ളത്. അപ്പം എല്ലാവർക്കും 35 കമൻ്റ് ഉണ്ട്, പക്ഷേ ബാക്കി എവിടെയെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരിതയോ വായിക്കാൻ വിട്ടുപോയിക്കോ. 35 ഞാൻ വായിച്ച് കാണുമായിരിക്കുമല്ലേ. ഇനി പിന്നെ ചിലതിന് ഓരോരുത്തർ മറുപടി കൊടുക്കൂ, അതിന് വേറൊരോരുത്തർ മറുപടി കൊടുക്കൂ, അതിന് വേറൊരോരുത്തർ മറുപടി കൊടുക്കൂ, അങ്ങനെ 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 നീണ്ടു പോകുന്നതും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോൻ്റെത് ഫിനിഷായി. ഇനി അടുത്തൊരു വീഡിയോൻ്റെത് ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് തിരക്ക് എന്ന് വെച്ചാൽ കുറച്ചധികം തിരക്കുമായി പോയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കമൻ്റ് ഇടുന്നത് നോട്ട് ചെയ്ത് വെക്കാറുണ്ടത്. അപ്പോൾ അടുത്തത് കുറേ കാലത്തിന് ശേഷം ചോദ്യത്തിനുള്ള മറുപടിയുമായി അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോൻ്റെ കമൻറ്റിന് മറുപടിയുമായിട്ട് ഞാൻ വരുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എല്ലാത്തിനുള്ള മറുപടി തന്നിട്ട് പതിയെ അങ്ങനെ പോകണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. കമൻറ്റിന് മറുപടി അറിയണമെന്നുള്ളവർക്ക് മാത്രം. അപ്പം ഈ കമൻറ്റ് വായിച്ചത്തോളം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് നാമധാരികളാണ്, എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത്. ഈ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കണ്ണനെക്കുറിച്ച് എന്ത് തെമ്മാടിത്തരവും പറയാമെന്ന് മുസ്ലിം കരുതണ്ട എന്ന് ഞാൻ തംബ്ലൈന് കൊടുത്ത വീഡിയോസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവൂ. ബൈ വൺ ആയിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുക അവർ ഇടുന്ന കമൻറ്റ് അവർ പറയുന്നത് ശരിയാണല്ലോ, ഈ വായിച്ചതിലൊന്നും മുസ്ലിമിനെ അല്ലെങ്കിൽ കണ്ണനെക്കുറിച്ച് തോന്നിവാസമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ ഇവളിങ്ങനെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്തൊരു കമൻറ്റിന് മറുപടിയായിട്ട് വരുന്നത് വരെ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.